ഫ്രണ്ട്സ്, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന പടത്തിന്റെ ട്രെയിലർ കണ്ടു. അതിന്റെ ഒപ്പീനിയൻ പറയാനാണ് വന്നിരിക്കുന്നത്. ട്രെയിലർ ഒപ്പീനിയൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ തമ്പനയിൽ വായിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം അതിനകത്ത് അച്ചു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, നീരജ് മാധവ്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, നിവിൻ പോളിക്ക് കുറച്ച് ഫ്ലാഷ് ഓഫ് സെക്കൻഡ്സ് ആണെങ്കിലും ആ ഒരു ഓറ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സാഗ് ഉണ്ടല്ലോ, വേറെ ലെവൽ. എനിക്കതിനകത്ത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് പ്രണവ് മോഹൻലാലിനെയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ഭയങ്കര മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. എന്തുകൊണ്ട്? പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞ, പ്രണവ് ഇങ്ങനെ വെള്ളം അടിക്കുന്ന ഒരു സീനുണ്ടല്ലോ, രണ്ട് കുപ്പിയെ കുറിച്ച്. അതിൽ കറക്റ്റ് ഡിസൈനേഴ്സ് ആയിട്ടുള്ള മോഹൻലാലിന്റെ ഒരു ലുക്ക് വന്ന്, എസ്പെഷ്യലി ലാലേട്ടന്റെ മോനാണ്, ലാലേട്ടന്റെ ഒരു ഫിഗർ ലുക്കും ഒക്കെ ഉണ്ട്, സംഭവം ശരിയാണ്. പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിൽ ഭയങ്കര പരാജയമാണ്. പുള്ളി അഭിനയിക്കുന്നില്ല എന്നല്ല, അഭിനയിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് അഭിനയിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടി അഭിനയിക്കുന്നുണ്ട്, ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം. കാരണം ധ്യാന്റെ കൂടെ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന കുറെ സീൻസ് അതിനകത്തുണ്ട്. പക്ഷെ ധ്യാൻ ശ്രീനിവാസന്റെയും പ്രണവിന്റെ അഭിനയം അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ആകെ കുറച്ച് മിനിറ്റ് ആണ് ആ ട്രെയിലർ ഉള്ളെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതിനകത്ത് നിങ്ങൾ രണ്ടുപേരെ ശ്രദ്ധിച്ചാൽ ധ്യാൻ എന്തോ ഈസി ആയിട്ട് അഭിനയിക്കുന്നത്, ഭയങ്കര ഫ്ലെക്സിബിലിറ്റി. ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ പ്രണവ് മോഹൻലാലിന് പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത്. പക്ഷെ ഇതൊന്നും ആ ട്രെയിലർ നമ്മുടെ ആസ്വാദനത്തെ ബാധിച്ചിട്ടില്ല. ട്രെയിലർ നമ്മൾ വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്തു. എന്താ പറയുക, തിയേറ്ററിൽ ഒരു ഓളമായിരിക്കും. വിനീത് ശ്രീനിവാസന്റെ ഹൃദയം എന്ന് പറയുന്ന മൂവി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്തൊരു മൂവിയാണ്. ഇതുപോലൊരു ക്രിഞ്ച് ബെസ്റ്റ്. അത് എനിക്ക് ആ പടം ഫുള്ള് കാണാൻ പറ്റിയിട്ടില്ല. തുടക്കത്തിൽ തന്നെ അതിന്റെ അത് എന്തോ ലാഗായിട്ട് എനിക്ക് ഭയങ്കര ഏച്ചിലായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ആ പടം ഞാൻ കണ്ടിട്ടില്ല. ഒരു ക്ലിപ്സ് ഒക്കെ ടി വിയിൽ വരുമ്പോൾ കുറച്ചൊക്കെ ഇരുന്ന് കാണും, ചാനൽ മാറ്റും. ഞാൻ ഒരു വട്ടം OTT വന്ന സമയത്ത് അത് കാണാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ വേറെ പടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹൃദയം കുറെ വീഡിയോ കാണുന്ന ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു. പക്ഷെ വിനീത് ശ്രീനിവാസന്റെ തട്ടത്തിൽ മറയത്ത് അല്ലെങ്കിൽ തിര, ഇതൊക്കെ ഫസ്റ്റ് ഷോ കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ വിനീതിന്റെ പല പടങ്ങളും ഞാൻ ആദ്യം തന്നെ കാണാൻ ശ്രമിക്കുന്നയാളാണ്. പക്ഷെ എനിക്ക് ഹൃദയം ദഹിച്ചില്ല. അതിനകത്ത് അതെന്താണെന്ന് അറിയത്തില്ല. പ്രണവ് മോഹൻലാലിന്റെ പടമൊക്കെ ആദ്യം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ് ജിത്തു ജോസഫിന്റെ പടം. എനിക്ക് കൊള്ളായിരുന്നു. പുള്ളി അതിനകത്ത് ആക്ടിങ് വൈസ് അല്ല, പുള്ളിയുടെ ആക്ഷൻസ് ഒക്കെ സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പടം ഇറങ്ങിയായിരുന്നു നമ്മുടെ അരുൺ ഗോപിയോടൊപ്പം. ആ പടം ഞാൻ കണ്ടേ. പടത്തിന് എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് ഹൃദയം ഭയങ്കരമായിട്ട് പ്രഷർ ഏറ്റെടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ അതിനകത്ത് ബാക്കി എല്ലാം ഭയങ്കര രസമുണ്ട്. ട്രെയിലർ സ്റ്റാർട്ട് തൊട്ട് പഴയ കാലത്തെ സിനിമയുടെ കഥയാണ് പറയുന്നത്. പണ്ട് മദ്രാശിയിൽ പോയി പടത്തിൽ അഭിനയിക്കാൻ കഷ്ടപ്പെടുന്നതും ആ ഒരു ഇതൊക്കെ തന്നെയാണ്. എന്തായാലും സംഭവം ചെന്നൈ ഇല്ലാതെ വിനീത് ശ്രീനിവാസൻ ഇല്ലാതെ ചെന്നൈയില്ല. ഈ കഥയിൽ എന്തായാലും ചെന്നൈയും മദ്രാസും ഒക്കെ വരാതെ പറ്റത്തില്ലല്ലോ. കാരണം മദ്രാസിലായിരുന്നു സിനിമ എന്ന് പറയുന്നത്. എല്ലാ സിനിമയും മദ്രാസ് ആയിരുന്നു. മദ്രാസിൽ നിന്നാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിലേക്കൊക്കെ പല കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റിങ് സൂപ്പറാണ്. ആ ഒരു കാലഘട്ടത്തിലെ സെറ്റിങ്സ്, അജു വർഗീസ് പ്രൊഡ്യൂസറിന്റെ റോളാണ്, അത് സൂപ്പറാണ്. അതുപോലെ ധ്യാൻ അഭിനയിക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്ന ഒരാളായിട്ടാണെന്ന് തോന്നുന്നു. നിവിൻ പോലെ ആക്ടറായിട്ടാണെന്ന് തോന്നുന്നു. ഇത് പ്രണവ് മോഹൻലാല് ഇനി ആക്ടറാണോ ഡയറക്ടറാണോ എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ചില്ലാണ്, പുള്ളി എൻജോയ് ആണ്. പക്ഷെ നമ്മൾ ഈ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത് കൊണ്ടാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ പ്രണവ് മോഹൻലാലിന്റെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത്ര ശരിയാണെന്നറിയത്തില്ല. നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാവുന്നതാണ്. എനിക്കെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊരു മിസ്കാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിലയിരുത്തുന്നത്. പ്രണവ് കുറച്ചുകൂടെ അഭിനയത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ് വീട്ടിലുള്ള. സംശയങ്ങളൊക്കെ ഈ ട്രിപ്പ് യാത്രയൊക്കെ കറങ്ങി നടക്കുന്നതിന് പകരം അദ്ദേഹത്തെ നിർബന്ധിച്ചൊക്കെ അഭിനയിപ്പിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കാം, ലാലേട്ടനുണ്ട് എന്താ പറയാ അഭിനയത്തിന്റെ കുലപതി. അഭിനയം ലാലേട്ടൻ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് അഭിനയിക്കും. എന്താ പറയാ ഒരു ക്യാരക്ടർ റോൾ കൊടുത്ത് ആ ക്യാരക്ടർ തന്നെ ആവാഹിച്ച ഒരു ക്യാരക്ടറായിട്ട് മാറും. പ്രമേയമൊക്കെ ഇനി ഇറങ്ങി നമുക്ക് കാണാം. ആ ഒരു എക്സ്ട്രീം ലെവലായിരിക്കും. പക്ഷെ ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ട് മോഹൻലാൽ ഒരു അഭിനയിക്കുന്നുണ്ടല്ലോ, ഒരു ആ ഒരു കഥാപാത്രമായിട്ട് മാറുന്നു. അല്ലെ മോഹൻലാൽ കഥാപാത്രത്തെ മോഹൻലാൽ ആക്കി ചെയ്യുന്ന ഒരു മാജിക് ഉണ്ട്.
ആ ഒരു മാജിക് മകന് കൂടി പകർത്തി കൊടുക്കാവുന്നതാണ്. മകൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് ഈ ഒരു ട്രെയിലറിലൂടെ മനസ്സിലായി. സിനിമ എന്തായാലും ഹിറ്റായിരിക്കും, ഡെഫിനറ്റ് ഹിറ്റായിരിക്കും, ഒരു ട്രെൻഡിങ് തന്നെ ആയിരിക്കും എന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല. കാരണം സംവിധായകൻ വിനീത് ശ്രീനിവാസനാണ്, ബാക്കി നിവിൻ പോളി ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, നീരജ് മാധവ് ഉണ്ട്, പ്രണവ് മോഹൻലാൽ ഉണ്ട്. പടം ഹിറ്റാണ്, ഇപ്പോഴേ ഹിറ്റാണ്. ഇപ്പം നമ്മുടെ പ്രേമാലും ഒക്കെ ഹിറ്റായിട്ട് ഓടുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ മറ്റന്നാളി പ്രമേഹം ഇറങ്ങുകയാണ്, അതുപോലെ തന്നെ ബിജു മേനോന്റെ തുണ്ട് ഇറങ്ങുകയാണ്. പടങ്ങളൊക്കെ ഹിറ്റ് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഇസ് ചിന്താ സൈനിങ് ഓഫ്.